നീ പോണ്ട. ഇവിടത്തെ ജോലിക്കാർ ആരൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാനില്ലാത്തപ്പോൾ നിനക്ക് തീരുമാനിക്കാം. ഞാൻ ഉള്ളപ്പോ എന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ? എവിടെന്നോ വലിഞ്ഞു കയറി വന്നവർക്ക് തട്ടിക്കളിക്കാനുള്ള പാവയൊന്നുമല്ല ഞാൻ. ശരിയാണ്. അങ്ങനെ ആരെങ്കിലും നിന്നെ കളിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവരെ നേരിടും. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് തീർത്ത് പറയരുത്. എന്നെങ്കിലും എന്റെ ആവശ്യം വന്നാൽ അന്ന് ഇങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ശങ്കരൻകുട്ടി. ശങ്കരി അല്ല ശങ്കരി, നിന്നെ ഇവിടെ ആരും ഉപദ്രവിക്കില്ല കേട്ടോ. നീ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഓക്കോ ദേവി, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. നിന്റെ മനസ്സ് മാറും എന്ന പ്രതീക്ഷയോടെ. ബിന്ദുവിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഒരു പാവം പെണ്ണാണ്. വാസ്തവത്തിൽ ആ വീട്ടിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഒരു കുടുംബം നോക്കേണ്ട ചുമതലയുള്ളതുകൊണ്ട് എല്ലാം സഹിച്ചു കഴിയാണ്. ഇവിടെ വരൂ. ഇല്ല, ഞാൻ വരില്ല. അന്ന് അയാൾ ഇങ്ങനെയാണ് എന്നെ വിളിച്ചത്. എന്നിട്ട് ഞാനില്ലാത്ത നേരം നോക്കി എന്റെ മോളെ പിടിച്ചോണ്ടുപോയി അയാൾ കൊന്നു. ഇല്ല, ഞാൻ വരില്ല. നമുക്ക് പോകാം. ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി, ആരാണ് എന്റെ പെട്ടി തുറന്നത്? ശങ്കരൻകുട്ടി. എന്താ ദേവി ബഹളം? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനില്ലാത്തപ്പോൾ എന്റെ മുറിയിൽ കയറി പെട്ടി തുറന്നത് ആരാണെന്ന് എനിക്കറിയണം. പെട്ടി തുറന്നെന്നോ? അതിശയമായിരിക്കുന്നല്ലോ. എന്നിട്ട് നിന്റെ ആഭരണങ്ങൾ എന്തെങ്കിലും മോഷണം പോയോ? കക്കാൻ വന്ന കള്ളനായിരിക്കില്ല കയറിയത്. പിന്നെന്താ? ഒന്നും മോഷണം പോയില്ലെങ്കിൽ പെട്ടി തുറന്ന ആളിനെ കള്ളനെന്ന് വിളിക്കുന്നത് ശരിയല്ല. ഏതായാലും ജോലിക്കാരെ വിളിച്ച് വരട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് അന്വേഷിക്കാം. നിങ്ങളാണോ ചെയ്യുന്നത് എനിക്കറിയാം. ഞാനോ? എന്തിന്? എന്നെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിയാൻ. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിലുള്ള നിങ്ങളുടെ അഭിനയം തുടരാൻ. എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ പാടില്ലാത്തതായി യാതൊന്നുമില്ല. നിനക്ക് വല്ല സംശയവും നിന്നെപ്പറ്റി ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ ദേവി, പിന്നെ നമ്മുടെ പീരുമേട്ടിലെ ആ എസ്റ്റേറ്റ് വിറ്റിട്ട് ഇവിടെ അടുത്തെങ്ങാനും കുറെ സ്ഥലം വാങ്ങി വല്ല ഫാക്ടറി എന്തെങ്കിലും തുടങ്ങിയാലോ എന്നൊരു ആലോചന. നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? ആ ഡിവൈഎസ്പിക്ക് ഫോൺ ചെയ്യാനായിരിക്കും ഓടിപ്പോകുന്നത്. എന്തിനാ എപ്പോഴും അയാളിങ്ങനെ ഉപദ്രവിക്കുന്നത്? പാവം. എല്ലാം തുറന്നു പറയും. ദേവിയെ രക്ഷിക്കാൻ അതിനെ സഹായിക്കും. വർഷങ്ങൾക്ക് മുമ്പാണ്, വിവാഹത്തിന് മുമ്പ് ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു. വേണു. ചേച്ചി, അതാരാ ഗിരി? പുതിയ താമസക്കാരനാ, വേണുന്നാ പേര്. ബാങ്കിലെ ഓഫീസറാണ്. നീ പോ. ഞങ്ങൾ പരിചയപ്പെട്ടോ?
കുട്ടികളെ പോലെ ആയാലോ? പറയൂ. ഗുഡ് മോർണിംഗ്. പെണ്ണുങ്ങൾ ഇത്ര നേരം കിടന്നുറങ്ങാൻ പാടില്ല. 7:30 വെളുപ്പിന് എണീക്കണം. എണീറ്റ് അമ്പലത്തിൽ പോകണം. എന്നിട്ട് എന്തിനാ? ഇഷ്ടപ്പെട്ടതെല്ലാം ലഭിക്കണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാതെ തന്നെ ഇഷ്ടപ്പെട്ട ആളിനെ എനിക്ക് ലഭിക്കാൻ പോയല്ലേ? ഇന്നലെ രാത്രി ഒരുപാട് നേരം സംസാരം കേട്ടല്ലോ. അച്ഛൻ വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുപോവാൻ. എനിക്കും അല്പം നേരത്തെ പോകണം. ഓഫീസിൽ നിന്ന് വന്നിട്ട് കാണാം. നമുക്കിപ്പോ തന്നെ പോകാം അല്ലേ മോളെ? എസ്റ്റേറ്റിൽ ഞാൻ രാവിലെ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. അയ്യോ, വൈകുന്നേരം പോയച്ചാ. ഞാനിന്ന് എന്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് കൊള്ളാം. അപ്പൊ എന്റെ കാര്യം അവിടെ കിടന്നോട്ടെ എന്ന് അല്ലേ? അതല്ല അച്ഛാ, ഇന്ന് അച്ഛനെ ഞാനൊരാളെ പരിചയപ്പെടുത്താം. വേണോട്ടാ, വേണോട്ടാ, ഒന്നിങ്ങോട്ട് വരൂ. ഇതാണ് അച്ഛാ ഞാൻ പറഞ്ഞ വേണുവേട്ടൻ. നമസ്കാരം. നമസ്കാരം. ഇവിടെ വന്നപ്പോ മുതൽ ഇവർക്ക് നിങ്ങളുടെ കാര്യം പറയാനേ ഉള്ളൂ. രാത്രി ഗിത്താർ വായിക്കുന്നത് കേട്ടപ്പോ എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? ഞങ്ങൾ ഇന്ന് തന്നെ പോകും. എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വയസ്സായ കാലത്ത് ഞാനല്ലേ ഉള്ളൂ. ആട്ടെ, വേറെ തനിക്കാണോ താമസം? അതെ. ആഹാരമൊക്കെ ഹോട്ടലിൽ നിന്ന് വരുത്തും. ഒഴിവുള്ള ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കും. അത് കഴിക്കാൻ ചിലപ്പോൾ ആളെ കൂലിക്കെടുക്കേണ്ടി വരും അല്ലേ? അത്ര മോശമാകാറില്ല. വേണമെങ്കിൽ വന്നു നോക്കും. ഞാൻ ബോധ്യപ്പെടുത്തി തരാം. അത് വേണ്ട. വേണു ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ. ഇവരുടെ പാചകത്തിന്റെ ഗുണഗണങ്ങൾ വേണുവിന് മനസ്സിലാക്കാൻ വരും. ഞാൻ വരാം. ഉറങ്ങിപ്പോയോ? ഇല്ല. വരൂ, അച്ഛൻ അന്വേഷിക്കുന്നുണ്ടാവും. വിരുന്നുകാരനായി വന്നവൻ മകളുമൊത്ത് ചുറ്റി നടക്കുന്നത് കണ്ടാൽ ആർക്കായാലും വിഷമം തോന്നും. എല്ലാവരും പോലല്ല എന്റെ അച്ഛൻ. എന്റെ ഇഷ്ടത്തേക്കാൾ വലുതായി ഒന്നും അച്ഛനില്ല. ദേവി അച്ഛനെ പറ്റി പറയുമ്പോഴെല്ലാം എനിക്ക് അസൂയ തോന്നാറുണ്ട്. എനിക്കൊരിക്കലും അത്തരത്തിലുള്ളൊരു സ്നേഹം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ ജാതകദോഷം കൊണ്ടാണത്രേ ഞാൻ ജനിച്ച അന്ന് തന്നെ അച്ഛൻ മരിച്ചുപോയത്. അതുകൊണ്ട് അമ്മയ്ക്ക് പോലും എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമായപ്പോഴേക്കും അമ്മയും പോയി. വിശാലമായ ഈ ലോകത്തിൽ ഞാൻ തനിച്ചായി. തനിച്ചോ? ചുറ്റും ഇത്രയേറെ ആളുകളുള്ളപ്പോഴോ? നിനക്കത് മനസ്സിലാവില്ല ദേവി. സത്യം പറഞ്ഞാൽ നിന്നെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. വരൂ വരൂ, ഇരിക്കൂ. കലകളൊക്കെ കണ്ടോ? കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ കൂടെ കൂടെ വരണം. വേണുവിനെ ഏകാന്തതയാണ് ഇഷ്ടമെന്ന് ദേവി പറയാറുണ്ട്. ഇവിടെ ആരുടെ ശല്യവുമില്ലാതെ ഗിത്താർ വായിക്കാം. വേണ്ടി വന്നാൽ കവിത എഴുതാം. അപ്പൊ ബാങ്കിൽ ജോലിയൊന്നും വേണ്ടേ? ഓ, ഒഴിവുള്ളപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സൗകര്യം കിട്ടുമ്പോ ഞാൻ വരാം. എനിക്കൊരു സംശയം. വേണു ഒരു കല്യാണം കഴിച്ചാലും ഭാര്യയെക്കാൾ ഈ ഗിത്താറിനെ സ്നേഹിക്കുമോ എന്ന്. ചേച്ചി ഇന്ന് രാവിലെ മുതലേ കണ്ണാടിയുടെ മുമ്പിലാണല്ലോ. പിറന്നാളിന് പ്രത്യേകിച്ച് ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? വേണ്ടാത്തെന്തെങ്കിലും പറഞ്ഞവരുണ്ടല്ലോ. ഞാൻ എന്ത് പറഞ്ഞു? ചേച്ചിയുടെ പിറന്നാളിന് കൂട്ടുകാരികളെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചോളൂ.
ഇതാ പറഞ്ഞത്, കള്ളത്തിന് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ അതേ തോന്നുള്ളൂ എന്ന്. നോക്ക്, കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ അടുക്കളയിലോട്ടൊന്ന് ചെല്ലേ. അച്ഛൻ അമരത്തുനിന്ന് വന്നാൽ ഉടനെ കാപ്പി ചോദിക്കും. എല്ലാം എടുത്തു വെക്കാൻ പറ. എല്ലാം റെഡിയായി ചേച്ചി. ഏതായാലും ഒന്നുകൂടെ ചെന്ന് നോക്ക്. പോ. ഞാൻ വിചാരിച്ചു വരാന്ന് പറഞ്ഞത് വെറുതെയാണെന്ന്. വെറുതെ ഞാൻ അങ്ങനെ എന്തെങ്കിലും നിന്നോട് പറയും? നീ പറയാറുള്ള മ്യൂസിക്കൽ ആൽബം പിറന്നാൾ സമ്മാനമായി തിരികട്ടെ. അച്ഛനെവിടെ പോയി? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദേവി പോയില്ലേ? ഞാൻ നേരത്തെ പോയി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് വേണുകെട്ടിന് വേണ്ടിയാണ്. ഇനി ഇതിൽ ഒരു ഫോട്ടോ കൂടി ഒട്ടിച്ചാൽ മതി. അതിന് അച്ഛൻ സമ്മതിച്ചു? അച്ഛനെന്താ സമ്മതിക്കാതിരിക്കാൻ? വേണുകെട്ടനെ അച്ഛന് വലിയ ഇഷ്ടമാണ്. അതല്ല, ഞാൻ ആരുമില്ലാത്തവനാണ്. ആ കുറവ് തീർക്കാനല്ലേ ഞാൻ വരുന്നത്. എനിക്കിതാണ് ഇഷ്ടപ്പെടാത്തത്. എന്നും ഒറ്റയ്ക്കാണല്ലോ എന്നീ തോന്നൽ മാറിയാലേ രക്ഷയുള്ളൂ.